കഴിഞ്ഞ ദിവസത്തെ റഡാർ പരിശോധനയിൽ സിഗ്നൽ മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ വ്യാപക പരിശോധന. 14 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഒരേ സമയം പ്രവർത്തിപ്പിക്കുന്നു. മുണ്ടക്കയിൽ നിന്ന് അല്ലമീൻ നമുക്കൊപ്പം എത്തുന്നു. അല്ലമീൻ, ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇപ്പോൾ സാങ്കേതിക പരിശോധനയിൽ വിവരങ്ങൾ കിട്ടിയിരിക്കുന്നത്? എങ്ങനെയാണ് ഇന്നത്തെ തെരച്ചിൽ മുണ്ടക്കയിൽ? സുജയ്, ഇന്നലെ റഡാറുകൾ ഉപയോഗിച്ച്, ഐബോർഡ് ഉപയോഗിച്ച്, ജിയോ ടാഗിംഗ് ഉപയോഗിച്ച് പല മേഖലകളിലും പരിശോധിച്ചിരുന്നു. പലയിടങ്ങളിലും സിഗ്നൽ സ്പോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ആ സ്ഥലങ്ങളെല്ലാം ഇന്നലെ സാങ്കേതിക വിദഗ്ധർ മാർക്ക് ചെയ്തു പോയിരുന്നു. അത്തരത്തിലൊരിടത്താണ് ഇന്ന് വ്യാപകമായിട്ടുള്ള പരിശോധന. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. 14 ഹിറ്റാച്ചികൾ ഒരേ സമയം പ്രവർത്തിക്കുകയാണ്. മണ്ണുമാന്തി യന്ത്രങ്ങൾ മണ്ണ് മാറ്റി പരിശോധിക്കുകയാണ്. ചൂരൽമലയിൽ നിന്ന് നമ്മൾ മുണ്ടക്കൈയിലേക്ക് പോകുന്ന ഭാഗത്താണ് ഈ തരത്തിലൊരു പരിശോധന നടക്കുന്നത്. സെന്റിനൽ എസ്റ്റേറ്റിന്റെയൊക്കെ പുറകു ഭാഗത്തായി ഉരുളൊഴുകി വന്ന ഭാഗം കൂടിയാണ്. വലിയ വിശാലമായ പ്രദേശം. നിരവധി പാറക്കൂട്ടങ്ങൾ കാണാം. പുഞ്ചിരിമട്ടത്ത് നിന്ന് മുണ്ടക്കൈ വഴി ഈ പാറക്കൂട്ടങ്ങളും ഉരുളും ഒഴുകിയിറങ്ങി, മണ്ണെല്ലാം ഒഴുകിയിറങ്ങി വന്ന് തമ്പഴിഞ്ഞ ഒരു പ്രദേശം കൂടിയാണ് ഈ പ്രദേശം. വലിയ വെള്ളക്കെട്ടും മൺകൂനകളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നേരത്തെ മാറ്റിയിരുന്നു. നേരത്തെയും വ്യാപകമായ പരിശോധന ഈ തോട്ടിലൊക്കെ നടന്നതാണ്. പക്ഷേ അതിന് പിന്നാലെയാണ് ഇന്നലെ നടന്ന റഡാർ പരിശോധനയിൽ ജിയോ ടാഗിംഗ് ഈ പ്രദേശത്ത് നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിൽ സിഗ്നൽ മാർക്ക് സ്പോട്ട് ചെയ്തിരുന്നു. ആ സ്ഥലങ്ങൾ നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാം. കമ്പ് കുത്തി വെച്ചിരിക്കുന്ന ഭാഗം, കമ്പ് കുത്തി, അതായത് അതാണ് അവിടെ സിഗ്നൽ സ്പോട്ട് ചെയ്ത സ്ഥലങ്ങളിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കമ്പ് കുത്തി അതിൽ ചിലയിടങ്ങളിൽ ചുവന്ന റിബൺ കെട്ടി അടയാളപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ആ ഇടങ്ങളിൽ ചിലയിടങ്ങളിൽ റിബൺ കെട്ടിയിട്ടില്ല, കമ്പ് മാത്രം കുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ പലയിടങ്ങളിലായി ഈ ഭാഗങ്ങളിൽ സിഗ്നൽ സ്പോട്ട് ചെയ്തിരുന്നു. ഒരു പക്ഷേ ഈ പുഞ്ചിരിമട്ടത്തെയും മുണ്ടക്കൈയിലെയും ഒക്കെ കാണാതായ, ഇനിയും കണ്ടുകിട്ടേണ്ട നിരവധി ആളുകളുടെ മൃതദേഹങ്ങൾ ഒരു പക്ഷേ ഇവിടെ വന്ന് തമ്പടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം അത്തരത്തിൽ ഇവിടെ വന്ന് നിരപ്പായൊരു പ്രദേശമാണ്. പിന്നീട് മറ്റൊരു ഭാഗത്തുകൂടി പുഴ വഴിമാറി ഒഴുകുകയായിരുന്നു. ആ പുഴയിലൂടെ ഒഴുകാതെ ഏതെങ്കിലും ഘട്ടത്തിൽ ഇവിടേക്ക് വന്ന് തമ്പടിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു പക്ഷേ അവരുടെ മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ കിട്ടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ആദ്യമായിട്ടല്ല പരിശോധന നടത്തുന്നത്. നേരത്തെ പലവട്ടം മണ്ണ് മാറ്റി, പാറക്കൂട്ടങ്ങൾ മാറ്റി, ഹിറ്റാച്ചികളും JCBകളും ഒക്കെ പ്രവർത്തിച്ച് പരിശോധിച്ചതാണ്. പക്ഷേ ആ പരിശോധന, ഒപ്പം കെടാവർ നായകളൊക്കെ ഇവിടെ വന്ന് പരിശോധിച്ചതാണ്. പക്ഷേ ആ പരിശോധനകളിൽ വേണ്ടത്ര ഫലം കണ്ടിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഇന്നലെ നടന്ന ഈ സാങ്കേതിക പരിശോധനയിൽ അത്തരത്തിൽ നിരവധി സ്ഥലങ്ങൾ മാർക്ക് ചെയ്തത്, സ്പോട്ട് ചെയ്തത്. പക്ഷേ ഇന്നലെ അത്തരത്തിൽ സ്പോട്ട് ചെയ്ത പല സ്ഥലങ്ങളിലും പരിശോധന നടത്തിയെങ്കിലും മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ പലയിടത്തും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എന്നാൽ പോലും വ്യാപകമായിട്ട് ഒരേ സമയം ഹിറ്റാച്ചികൾ രംഗത്തിറക്കിക്കൊണ്ടുള്ളൊരു പരിശോധനയാണ് നടത്തുന്നത്. അതിനുള്ള ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സിന്റെയൊക്കെ നേതൃത്വത്തിലാണ് ഇവിടെ പരിശോധന നടക്കുന്നത്. ഫയർഫോഴ്സിന്റെ ജില്ലാ ഫയർ ഓഫീസറുടെ ഒരു പ്രതികരണം കൂടി നമുക്ക് ഇക്കാര്യത്തിൽ തേടുകയും ചെയ്യാം. വ്യാപകമായിട്ട് നിരവധി ഉദ്യോഗസ്ഥരുണ്ട്, NDRF സംഘമുണ്ട്, അതോടൊപ്പം തന്നെ സിവിൽ ഡിഫൻസിന്റെ പ്രവർത്തകരുണ്ട്. ഫയർഫോഴ്സാണ് പ്രധാനമായും ഇവിടെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ജില്ലാ ഫയർ ഓഫീസറുടെ ഒരു പ്രതികരണത്തിൽ കൂടിയാണ്, അരുൺ ഭാസ്കറിന്റെ ഒരു പ്രതികരണത്തിൽ കൂടി നമുക്ക് പോകാം. സാറേ, ഇന്നലെ നിരവധി ഭാഗങ്ങളിൽ ഇവിടെ സ്പോട്ട് ചെയ്തിരുന്നു. ഇന്ന് ഒരുപാട് ഹിറ്റാച്ചികൾ രംഗത്തിറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഒരു സാധ്യത? എങ്ങനെയാണ് ഇന്ന് ഇത്തരത്തിലൊരു വ്യാപകമായ പരിശോധനയ്ക്ക് ഒരു കാരണം എന്താണ്? നമുക്ക് ആക്ച്വലി നമ്മൾ കഴിഞ്ഞ എത്രയും ദിവസം 9 ദിവസമായി സെർച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഈ ഏരിയ ഫുള്ള് റൂൾ ഔട്ട് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് അപ്പോൾ ഈ മുണ്ടക്കയിൽ നിന്ന് താഴേക്ക് ഇപ്പോൾ ഇത്രയും പാറകളൊക്കെ പൊട്ടി വീണ ഒരു സ്ഥലമാണ്. അതായത് പുഴയുടെ ഗതി മാറി ഒഴുകി ഒരു സ്ഥലമാണ് ഫസ്റ്റ് വന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല ഡെപ്തിൽ, കറക്റ്റ് ഒരു 10-15 അടിയോളം ഡെപ്തിൽ നമ്മളിപ്പോൾ ഒരേ സമയം 11 ചെറിയ JCB, 2 വലിയ ഭൂമുള്ള ഹിറ്റാച്ചിയും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ആ ഏരിയ ഫുള്ള് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കിപ്പം മുൻപ് പലപ്പോഴും നമ്മളല്ല അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ റഡാർ സിഗ്നൽ നോക്കിയിട്ടൊക്കെ സെർച്ച് ചെയ്യും. സിഗ്നൽ ഉള്ള സ്ഥലത്ത് നോക്കും, ഇല്ലാ സ്ഥലത്ത് നോക്കില്ല. അതുപോലെ മറ്റ് നാട്ടുകാർ പറഞ്ഞ സ്ഥലത്ത് നോക്കും, എല്ലാ സ്ഥലത്തും നോക്കില്ല. അങ്ങനെയല്ല നമ്മളത് കറക്റ്റ് സെർച്ച് ചെയ്തിട്ട് നമ്മൾ ആ ഏരിയ മൊത്തത്തിൽ നമ്മൾ ഫുള്ള് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒന്നുകിൽ നമുക്ക് അവിടെ നിന്ന് ബോഡി കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഒന്നും ഇല്ലാന്ന് പറയാൻ പറ്റും. അപ്പോൾ ആ ഏരിയ ഫുള്ള് സെർച്ച് ക്ലിയർ ചെയ്യാന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറ്റ് എ ടൈം നമ്മൾ 507 പേരാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സിവിലിയൻസ് ടീം 507 പേരാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ ഏകദേശം 100-150 പേര് ഈ സ്പോട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി ഒരു 3 സ്പോട്ടിൽ വേറെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവിടെ നേരത്തെ വെള്ളം കയറിക്കണ സ്ഥലമാണ്. അപ്പോൾ അന്ന് സെർച്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ പാറകൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, പാറകൾ മൊത്തം മറിഞ്ഞു വീണ് കിടക്കും, വലിയ വലിയ പാറക്കെട്ടുകൾ മറിഞ്ഞു വീണ് കിടക്കും. അപ്പോൾ അതൊക്കെ നീക്കിയിട്ട് വേണം നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് മാക്സിമം നമ്മൾ ഈ ഏരിയ ഇന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ബാക്കി പാറയുള്ള സ്ഥലത്ത് ബുദ്ധിമുട്ടാണെങ്കിൽ ബാക്കി പാറ പൊട്ടിച്ച് മാറേണ്ടി വരുവാണെങ്കിൽ അടുത്ത ദിവസം ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്ക് ഈ ഏരിയ എന്തായാലും 1-2 ദിവസം കൊണ്ട് ഫുള്ള് ക്ലിയർ ചെയ്താൽ നമുക്ക് അത്രയും ചാൻസ് മാറ്റാൻ പറ്റും. പിന്നെ ഒരു പ്രശ്നം വെച്ചാൽ ഈ ബോഡി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വെള്ളം കയറിയ സ്ഥലമായതുകൊണ്ട് പലപ്പോഴും ഈ വെള്ളത്തിനടിയിൽ വരുമ്പോൾ ബോഡി ഡീക്കേ ആയി പോകും. അതിൽ പാർട്സ് ആയി പോകും. ഒരു 3-4 ദിവസമൊക്കെ വെള്ളത്തിനടി കിടന്നാൽ പാർട്സ് ആയി പോകും. അങ്ങനെ വരുമ്പോൾ ചെറിയ ചെറിയ പാർട്സ് ആയി പോയി കഴിഞ്ഞാൽ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. അത് നമ്മൾ ഓരോ ഹിറ്റാച്ചിക്കും ഓരോ JCBക്കും 10 പേരെ, ഫയർ ആൻഡ് റെസ്ക്യൂ സിവിലിയൻസിന് 10 പേരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ബോഡി പാർട്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അവർ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ
അതാണ് വിഷയം. ഈ മണ്ണിനാണെങ്കിൽ നമുക്ക് മണ്ണിനടിയിലാണെങ്കിൽ ഒരു 10 ദിവസം കഴിഞ്ഞാൽ ആ ബോഡി ചിലപ്പോൾ ഫുൾ ബോഡിയായിട്ട് തന്നെ കിട്ടും നമുക്ക്. അതാണ് വ്യത്യാസം. വെള്ളത്തിലാകുമ്പോൾ അഴുകാനുള്ള ചാൻസ് ലീക്കാവും. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ നമ്മൾ മാക്സിമം നമ്മൾ ടെക്നോളജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഡോഗ് സ്ക്വാഡിനോ അല്ലെങ്കിൽ റഡാറിന്റെ സിഗ്നലിനൊന്നും അത് സൈഡായിട്ട് നടന്നോട്ടെ, പക്ഷെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നോക്കുവല്ല, നമ്മൾ എൻ്റെ ഏരിയ സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതുതന്നെയാണ് സുജിയ. സാങ്കേതികമായിട്ടുള്ള പരിശോധന ഒരു ഭാഗത്ത്, അതിനപ്പുറത്തേക്ക് മനുഷ്യസഹായമായ മനുഷ്യാധ്വാനം കൊണ്ടുള്ള പരിശോധന മറുഭാഗത്ത്. കാരണം ഇവിടെ മൃതദേഹങ്ങൾ വന്ന് അടിയാനുള്ള സാധ്യത കൂടുതലുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സാധ്യത നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ സാധ്യതകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഫലം കാണും വരെ ഒന്നുകിലുണ്ട് അല്ലെങ്കിലില്ല, അതിലൊരു ഉറപ്പിക്കുന്നത് വരെയുള്ള ഒരു പരിശോധനയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് 100-ലേറെ ഫയർ ആൻഡ് റെസ്ക്യൂ ജീവനക്കാരും സിവിൽ ഡിഫൻസിന്റെ പ്രവർത്തകരും അതുപോലെ തന്നെ ഈ പറഞ്ഞ 11 ഹിറ്റാച്ചികളും 2 വലിയ JCBകളും അങ്ങനെ ഒരേ സമയം പ്രവർത്തിക്കുന്നത്. ഈ മേഖലയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ നടന്ന ജിയോ ടാഗിങ്ങിലും അതുപോലെ തന്നെ റഡാർ പരിശോധനയിലും ഒക്കെ തന്നെ നിരവധി ഇടങ്ങളിൽ സിഗ്നൽ സ്പോട്ട് ചെയ്തിരുന്നു. അതുകൊണ്ടുകൂടി തന്നെ ഇവിടെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. നമുക്ക് അറിയാം, ഈ സൂര്യ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കണ്ടതാണ്, പ്രേക്ഷകരൊക്കെ കണ്ടിട്ടുള്ളതാണ്. ആ പുഞ്ചിരിമട്ടത്തു നിന്ന് ആ മലയും ഉരുളുകളുമൊക്കെ ഇറങ്ങി വന്ന് ഇതുവഴിയാണ് ചൂരൽമലയിലേക്ക് കടന്നു പോയിട്ടുള്ളത്. പുഞ്ചിരിമട്ടത്തെ പൂർണ്ണമായും എടുത്തു മാറ്റിക്കൊണ്ട് മുണ്ടക്കൈയെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് ഇവിടേക്കാണ് വന്നടിയുന്നത്. ഇവിടെ എത്തിയാണ് പുഴ ഗതിമാറി ഒഴുകി ചൂരൽമലയിലേക്ക് പോകുന്നത്. സ്വാഭാവികമായും അതിന്റെ ഭാഗമായി കുറെ വെള്ളം ഇവിടേക്ക് കയറിയിട്ടുണ്ട്, കുറെ പാറക്കൂട്ടങ്ങൾ ഇവിടെ വന്ന് അടിഞ്ഞിട്ടുണ്ട്, കുറെ മൺകൂനകൾ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും ഇതിനിടയിലേക്ക് മൃതദേഹം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മുൻനിർത്തി തന്നെ നേരത്തെ വലിയ പരിശോധന, ഇവിടെ നിന്ന് മണ്ണ് മാറ്റി ഇവിടെ കെട്ടിക്കിടന്ന വെള്ളം ഒഴുകി പോകുന്നതിന് പ്രത്യേക ചാനൽ ഉണ്ടാക്കിയ വെള്ളമൊക്കെ ഒഴുക്കി കളഞ്ഞൊക്കെ പരിശോധന നടത്തിയിരുന്നു. അതിന് പിന്നാലെ നടന്ന ഈ പരിശോധനയിലാണ് ഈ സിഗ്നൽ സ്പോട്ട് ചെയ്തത്. അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, വലിയ രീതിയിൽ ഇവിടെ മണ്ണടിഞ്ഞതുകൊണ്ട് തന്നെ കുറെ കൂടി ആഴത്തിൽ പരിശോധിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ ഫയർ ഓഫീസർ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ തരത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ ഈ ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് പോകുന്നതിന് സമീപത്തുള്ള ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ 13 ഹിറ്റാച്ചികളും JCBകളും ഹിറ്റാച്ചികളും ഉൾപ്പെടെ 13 യന്ത്ര സാമഗ്രികളും മണ്ണുമാന്തി യന്ത്രങ്ങളും ഒരേ സമയം പ്രവർത്തിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഹിറ്റാച്ചിക്കൊപ്പം ഓരോ JCBക്കൊപ്പം 10 ആളുകളുണ്ട്. അവർ നോക്കിയിട്ടാണ് ഏതെങ്കിലും തരത്തിൽ ഈ ശരീര അവശിഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ കൽപ്പിക്കുന്നത്. കാരണം വെള്ളം കയറി കിടന്നതുകൊണ്ട് തന്നെ ശരീരം അത് അഴുകാനും പല ഭാഗങ്ങളായി പോകാനും ഒക്കെ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മണ്ണിനോടൊപ്പം മാന്തി എടുക്കുമ്പോൾ ചെറിയ ശരീരഭാഗങ്ങളൊക്കെ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും സസൂക്ഷ്മം നിരീക്ഷിച്ച സാധ്യത പരിശോധിക്കുന്നതിന് വേണ്ടി ആളുകളെ നിർത്തിയിരിക്കുന്നു. ഇന്നുകൊണ്ട് പരമാവധി ഈ മേഖലയിൽ പരിശോധന നടത്തി ഇനിയൊരു പരിശോധന ഇവിടെ ആവശ്യമില്ലാത്ത വിധം, ഒരു സംശയത്തിനിട വരാത്ത വിധം, ഇവിടെ ഏതെങ്കിലും സാധ്യത ഇനി അവശേഷിപ്പിക്കാത്ത വിധമുള്ളൊരു പരിശോധനയാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ഈ പ്രദേശത്ത് തന്നെ വിശാലമായ പ്രദേശമാണ്, ഒരു മൈതാനം പോലെ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ പാറകൾ വന്നടിഞ്ഞ് ഉരുൾപൊട്ടലിന് പിന്നാലെ ഈ പ്രദേശം നിരവധി പാറകൾ വന്നടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാറകളൊക്കെ ഒരു പക്ഷേ പൊട്ടിച്ചുള്ള പരിശോധനയും അനിവാര്യമായി വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ നാളെയും മറ്റന്നാളുമായ പരിശോധന തുടരും.